DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 2 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ നൽകുന്ന നടപടി വിവിധ ജില്ലകളിൽ RTO ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തുടങ്ങി. അംഗീകാരം ഉള്ളതാണെന്ന് തിരിച്ചറിയാൻ വാഹനത്തിന്റെ ബോണറ്റിൽ പ്രത്യേക നമ്പർ ഉൾപ്പെട്ട സ്റ്റിക്കർ പതിക്കുകയാണ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ലൈസൻസ് അനുവദിക്കുമ്പോൾ ഏതൊക്കെ വാഹനമാണ് പഠനത്തിന് ഉപയോഗിക്കുന്നതെന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വ്യാപകമാണ്. സ്കൂളിന്റെ പേരുപയോഗിച്ച് സബ് ഏജന്റുമാർ നടത്തുന്ന രീതിയുണ്ടെന്നും ഇതിൽ ലൈസൻസിൽ ഉൾപ്പെടാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത് വ്യാജ ഡ്രൈവിംഗ് സ്കൂളുകളും വാഹനങ്ങളുമായാണ് മോട്ടോർ വാഹന വകുപ്പ് കാണുന്നത്. ലൈസൻസുള്ള 4 ചക്ര വാഹനങ്ങളിൽ പഠിപ്പിക്കുന്നയാൾക്കുകൂടി നിയന്ത്രിക്കാനുള്ള ക്ലച്ചും ബ്രേക്കും അധികമായി ഉണ്ടാകണം. ലൈസൻസിൽ ഉൾപ്പെടാത്ത വാഹനങ്ങളിൽ ഇതുണ്ടാകില്ലെന്നു മാത്രമല്ല, ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകില്ല. ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവ മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടാകില്ല. അനധികൃത വാഹനങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ സ്കൂളിനെതിരെ നടപടിയെടുക്കുവാനാണ് വകുപ്പിന്റെ തീരുമാനം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത്. അടുത്ത അറിയിപ്പ്, ആദായ നികുതി അടക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. നടപ്പു സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ ഫോമുകൾ കേന്ദ്ര ആദായ നികുതി വകുപ്പ് വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. 50 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ശമ്പളക്കാർക്കും ചെറിയ ബിസിനസ്സുകാർക്കും ബാധകമായ ITR 1-4 എന്നീ ഫോമുകളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. 1.25 ലക്ഷം രൂപ വരെ ഓഹരികളിൽ നിന്ന് ദീർഘകാല മൂലധന ലാഭമുള്ളവർക്ക് ഈ ഫോമുകൾ ഉപയോഗിക്കാം. മുൻപ് ITR 2 ഫോമാണ് വേണ്ടിയിരുന്നത്. ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഫോമുകൾ ലഭ്യമാകുന്നതോടെ 2024-25 വർഷത്തെ വരുമാനത്തിനുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യാം. ജൂലൈ 31 അവസാന തീയതി. സാധാരണഗതിയിൽ സാമ്പത്തിക വർഷത്തിന് മുൻപാണ് ഫോമുകൾ വിജ്ഞാപനം ചെയ്യാറുള്ളത്. ഇത്തവണ ഉദ്യോഗസ്ഥർ പുതിയ ആദായ നികുതി ബില്ലിന്റെ തിരക്കുകളിലായതിനാൽ വൈകുകയായിരുന്നു. അടുത്ത അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ പാചകവാതക സിലിണ്ടറിന്റെ വില പുനഃക്രമീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മെയ് മാസത്തിലും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെ മുതൽ പാചകവാതക സിലിണ്ടറുകളുടെ വില കുറഞ്ഞിരിക്കുകയാണ്. പുതുക്കിയ നിരക്ക് വ്യാഴാഴ്ച മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. 19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറിന്റെ വിലയാണ് 17 രൂപ കുറച്ചിരിക്കുന്നത്. സിലിണ്ടറുകളുടെ വില കുറയുന്നത് റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസമാകും. എന്നാൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അടുത്ത അറിയിപ്പ്, ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് മാസം 3-ാം തീയതി വരെ തുടരുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. മെയ് 6 ചൊവ്വാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. മഞ്ഞക്കാടിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. അതോടൊപ്പം കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. വെള്ളക്കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം വാങ്ങാത്തവർ ശനിയാഴ്ചയ്ക്ക് മുൻപ് തന്നെ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഇനിയും ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം വാങ്ങാത്തവർക്ക് മെയ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ 2 മാസ റേഷനാണ് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.